സിറിയയിൽ വിമതർ അസദ് ഭരണകൂടത്തെ അട്ടിമറിച്ചതിന് പിന്നാലെയാണ് ഇസ്രായേൽ ആക്രമണം തുടങ്ങിയത്. സിറിയൻ അതിർത്തിയിലെ ബഫർ സോണിൽ നിന്ന് സൈന്യത്തെ തൽക്കാലം പിൻവലിക്കില്ലെന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറയുന്നത്. ഗോലാൻ കുന്നുകളോട് ചേർന്ന ബഫർ സോണിൽ നിന്ന് സൈന്യത്തെ പെട്ടെന്ന് പിൻവലിക്കണമെന്ന ആവശ്യമാണ് നെതന്യാഹു തള്ളിയത്. ഇസ്രായേലിൻ്റെ സുരക്ഷ ഉറപ്പാക്കുന്ന ബദൽ സംവിധാനം വരുന്നതുവരെ സിറിയൻ പ്രദേശത്ത് സൈന്യം തുടരുമെന്നും നെതന്യാഹു വ്യക്തമാക്കി. ബഷർ അൽ അസദിനെ പുറത്താക്കിയാണ് വിമതർ സിറിയയിൽ അധികാരം പിടിച്ചത്. ഈ അനിശ്ചിതാവസ്ഥ മുതലെടുത്താണ് ഇസ്രായേൽ ബഫർ സോണിൽ കടന്നു കയറിയത്. തുടർന്ന് ബഫർ സോണിൽ നിന്ന് സേനയെ പിൻവലിക്കണമെന്ന് അറബ് രാജ്യങ്ങളും തുർക്കിയും ആവശ്യപ്പെടുകയാണ്. ഈ ആവശ്യമാണ് ഇസ്രായേൽ തള്ളിയത്. സിറിയയുടെ ഭരണം പിടിച്ചെടുത്ത വിമതരുടെ മുന്നോട്ടുള്ള നീക്കങ്ങൾ അറിയാൻ ലോകം ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. സിറിയയെ താവളമാക്കി ഇസ്രായേലിനെ ആക്രമിക്കാൻ ആരെയും അനുവദിക്കില്ലെന്നാണ് വിമതരുടെ നേതാവ് അബൂ മുഹമ്മദ് അൽ ജൊലാനി വ്യക്തമാക്കിയത്. ഇസ്രായേലുമായും ഒരു രാജ്യവുമായും സംഘർഷം ആഗ്രഹിക്കുന്നില്ല. ഇസ്രായേൽ സിറിയയിൽ നടത്തുന്ന ആക്രമണം അവസാനിപ്പിക്കുകയും രാജ്യത്ത് കയ്യേറിയ പ്രദേശങ്ങളിൽ നിന്ന് പിന്മാറുകയും ചെയ്യണമെന്നും ബ്രിട്ടീഷ് മാധ്യമമായ ടൈംസിന് നൽകിയ അഭിമുഖത്തിൽ ജൊലാനി ആവശ്യപ്പെട്ടു. 1947 ഇസ്രായേൽ സിറിയ കരാറിൽ ഉറച്ചു നിൽക്കുമെന്നും ജൊലാനി വ്യക്തമാക്കി. UN ദൗത്യസംഘത്തെ തിരിച്ചെത്തിക്കാനുള്ള തയ്യാറെടുപ്പുകൾ നടക്കുകയാണ്. ഇസ്രായേലായാലും മറ്റേത് രാജ്യമായാലും ആരുമായും സിറിയ സംഘടന ആഗ്രഹിക്കുന്നില്ല. സിറിയയെ ആക്രമിക്കാനുള്ള താവളമാക്കാനും ആരെയെ അനുവദിക്കില്ലെന്നും ജൊലാനി വ്യക്തമാക്കുന്നു. സിറിയൻ ജനത ഒരു ഇടവേള ആഗ്രഹിക്കുന്നുണ്ട്. അസദ് ഭരണത്തിൽ ലോകരാജ്യങ്ങൾ ചുമത്തിയ ഉപരോധങ്ങളും നിയന്ത്രണങ്ങളും നീക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ന്യൂനപക്ഷ നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയതായി ജൊലാനി വ്യക്തമാക്കി. അതിനിടെ രാജ്യത്തെ ന്യൂനപക്ഷങ്ങൾ സുരക്ഷിതരായിരിക്കുമെന്നും ജൊലാനി പറയുന്നു. ന്യൂനപക്ഷ നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയെന്നും അദ്ദേഹം പറഞ്ഞു. ആശങ്കകൾ ചർച്ച ചെയ്തതായും അദ്ദേഹം വ്യക്തമാക്കി. അസദ് ഭരണകൂടത്തിൻ്റെ പീഡനങ്ങളിൽ പങ്കാളികളല്ലാത്തവർ ഒഴികെയുള്ള എല്ലാവർക്കും പൊതുമാപ്പ് നൽകുമെന്നും ജൊലാനി അറിയിച്ചു. രാജ്യത്തെ പുനർനിർമ്മിക്കുന്നതിലും സുസ്ഥിരത കൊണ്ടുവരുന്നതിലുമാണ് പ്രധാന ശ്രദ്ധ നൽകുക. രാജ്യത്തെ ജനസംഖ്യയുടെ പകുതിയും പുറത്താണുള്ളത്. അവരിൽ പലർക്കും കൃത്യമായ രേഖകളൊന്നുമില്ല. അയൽ രാജ്യങ്ങളിൽ നിന്നും യൂറോപ്പിൽ നിന്നുമെല്ലാം അവരെ തിരികെ നാട്ടിലെത്തിക്കുമെന്നും ജൊലാനി അറിയിച്ചു.